കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ശുശ്രൂഷിച്ച് കടന്നുപോയി എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. അവരെ ദൈവം ആദരിക്കണേ. ഇനി വരുവാനുള്ളവർക്കായി സ്തോത്രം. അവരെല്ലാം തക്ക സമയം ഞങ്ങളുടെ മധ്യേ അയച്ച് വിലപ്പെട്ട ദൂതുകൾ ഞങ്ങൾക്ക് കൈമാറും, ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, 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 ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള പഴയ ഗാനം നമുക്ക് പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് അല്പസമയം ആരാധിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുഹരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുഹരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ? പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ.
നിങ്ങൾ ഉയർന്നിരിപ്പീൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പീൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുഹരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുഹരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകൾ. യാചന കേട്ട് മറുപടി അയച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് മലർത്തിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചു നമുക്ക് ചേർന്ന് പാടാം. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാൻ ജീവിതം വേറെയുണ്ടോ എന്നുള്ള ആ പഴയ ഗാനം വാത്സല്യ സഹോദരങ്ങളോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളാ. അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളാ. ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച ഉന്നതനാം ദൈവം
ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറായി അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും അന്നവൻ നൽകും മന്നയിൽ തൃപ്തരാ അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായ ആക്കരെ വാഗ്ദത്ത നാട്ടിലോ പോകുന്ന ആക്കരെ വാഗ്ദത്ത നാട്ടിലോ പോകുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിൻ്റെ കഷ്ടം മാറി പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിൻ്റെ കഷ്ടം മാറി നിക്ഷേപ വസ്തുക്കളെക്കാളും നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൽ നിന്നയെ സമ്പത്തുന്നു ക്രിസ്തുവിൽ നിന്നയെ സമ്പത്തുന്നു വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 13ാമത് പകൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ആ സഹായമെന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവസഭയായി ദൈവം നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ എല്ലാ മഹനീയമായ കൃപകൾക്കായും കർത്താവിനെ മഹത്വം കരേറ്റുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ, PMG ചാച്ചിൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ GG അലക്സാണ്ടർ അവറുകൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹവും ദൈവത്തിൻ്റെ വലിയ കരുതലുമാണ്. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കർത്തൃഭൃത്യന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഓർത്തും സ്തോത്രം ചെയ്യുകയും നിങ്ങളെല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ 13ാമത് പകലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ നമ്മുടെ മധ്യേ അയച്ച് വിലപ്പെട്ട ആലോചനകൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഒരിക്കൽ കൂടി കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ആ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. പിന്നെയും നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് 21 ദിവസം ഉപവസിക്കുന്ന എല്ലാവരെയും ഓർത്തും നിങ്ങൾ ഒരു വാക്കെങ്കിലും ദയവായി സ്തോത്രം ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് വളരെ അതിവിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ 21 ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും മാലാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഓർത്ത്, ദൈവഭൃത്യന്മാരെ ഓർത്ത് നിങ്ങൾ ദയവായി നിങ്ങൾ ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്യണമേ എന്ന് ഞാൻ വിശേഷിച്ച് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. സമയം ഒത്തിരി
മുൻപോട്ട് പോയതുകൊണ്ട് മുഖവുരകളൊന്നും പറയാതെ തുടർന്ന് ദൈവജന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഇന്ന് പകലത്തെ ശുശ്രൂഷകൾക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവരുകളെ ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, വന്ദനത്തെയും അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ദൈവസഭയിലും കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ നിർവഹിപ്പാനിടയായി. നമ്മുടെ വിവിധ ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. അതുകൊണ്ട് പേരെടുത്ത് പറയേണ്ട ആവശ്യം, പരിചയപ്പെടുത്തേണ്ട പ്രത്യേക ആവശ്യമില്ല. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവരുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ ദിനങ്ങളുടെ 13ാമത്തെ പകലിൽ ദൈവഭൃത്യന്മാരോട് കർത്തൃജനത്തോട് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയോടെ ബന്ധത്തിൽ നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവെനിക്ക് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ പകലും ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കിവിടെ ക്ഷണിച്ച കർത്തൃഭൃത്യന്മാരോട് സഭയോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. വിശേഷാൽ ഈ പകലത്തെ യോഗം ലീഡ് ചെയ്യുന്ന ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ്, ദൈവസഭയുടെ സീനിയർ മിനിസ്റ്ററായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ബഹുമാനിക്കുന്ന ആദരണീയനായ പ്രിയ കോഷിച്ചാന, ഈ പ്രസ്ഥാനത്തിൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആദരണീയനും ബഹുമാന്യനുമായ കർത്താവിൻ്റെ വിലയേറിയദാസൻ പ്രിയ ജിജെ രക്സാട്ട് സാർ, സദസ്സിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, ദൈവദാസിമാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ വിനീതമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഇതുവരെ തോരാത്ത മഴ പോലെ, ഒഴുകുന്ന നദി പോലെ ദൈവ സാന്നിധ്യം ഈ കൂട്ടായ്മയുടെ നടുവിൽ അനുഭവിച്ചിരുന്നത്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. വിശേഷാല പൂർണ്ണമായും ഭാഗികമായും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന കർത്തൃദാസന്മാരെ, സഭയെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഉപവാസം എന്നുള്ളത് ദൈവസഭയോടെ ബന്ധത്തിൽ അതിപ്രധാനമായ ഒരു കൂട്ടായ്മയാകുന്നു. അതിലുപരി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് നാം അവൻ്റെ സന്നിധിയിൽ ഉപവസിക്കും എന്നുള്ളതാണ്. ഞാൻ അതിനെങ്ങനെ തെളിയിക്കാം? ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ 2 കൂട്ടർ ഒരുമിച്ച് കടന്നു വന്നു. ഒരു ചോദ്യം ചോദിച്ച ആ ചോദ്യത്തിൽ ക്രിസ്തുവിനെ കൊടുക്കണം, ആ പദ്ധതിയാ. ആ 2 ഗ്രൂപ്പ് യേശുവിൻ്റെ അടുക്കൽ വന്നേച്ച് ചോദിച്ചു, ഗുരു, ഞങ്ങളും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഞങ്ങൾ കൂടെ
ഉപവസിക്കുന്നു. നിന്നോട് കൂടെ നടക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല? അവർ തിന്നും കുടിച്ചുമൊക്കെ ഇങ്ങനെ നിന്നോടൊപ്പം നടക്കുകയാണ്. ചോദ്യം ഒന്നാണ്, എന്നാൽ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടത് അവരുടെ ചോദ്യത്തിൻ്റെ മറുപടിയും അതിപ്രധാനമായൊരു മർമ്മവുമാണ്. ചോദ്യത്തിൻ്റെ മറുപടി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യം ഇല്ല. ഞാനവരുടെ നടുവിൽ അക്ഷരികമായി എൻ്റെ സാന്നിധ്യം അവരുടെ നടുവിൽ ഉണ്ട്. അതവരുടെ ചോദ്യത്തിന് മറുപടിയാണ്. എന്നാൽ ഒരു മർമ്മം കർത്താവ് പ്രസ്താവിച്ചു. മണവാളൻ വിട്ട പിരിയുന്ന നാൾ വരും. അടുത്ത പദം, അന്ന് അവർ ഉപവസിക്കും. എന്ന് മണവാളൻ സ്വർഗാരോഹണം ചെയ്ത തിരികെ വാനമേഘങ്ങളിൽ മടങ്ങി വരും കാലം വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഉപവസിക്കും. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭ അവൻ്റെ പാദപീഠത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അടുത്തു വരുമെന്നുള്ളത് ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ പോലെ ഈ സഭ ഈ ആണ്ടിൻ്റെ അവസാന നാളും ഈ ആണ്ടും അടുത്തു വരാൻ കൃപ ലഭിച്ചത് കൊണ്ട് ആ കരമുയർത്തി ദൈവത്തിന് ഈ പകൽ സ്തോത്രം ചെയ്യാം. ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഇവിടെ ഉണ്ട്. അത് ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കുന്നതാണ്. എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് ആണ് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മോൻ കൊണ്ടുവന്ന് ഇവിടെ ജോബൻ ഭാഷ പിടിച്ചിരുത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും പലർക്കും അറിയാം എൻ്റെ ശാരീരിക ബലഹീനത, കാഴ്ചയ്ക്ക് കുറവുള്ളവനാണ്. എന്നാൽ ഇവിടെ വന്ന ശേഷം എൻ്റെ വലത് ചെവിയും കൂടെ അടിച്ചു പോയോ എന്നൊരു സംശയം. കാര്യം ഞാൻ ഇവിടെ വന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഈ ചെവിയിൽ മാത്രമേ കേൾവി പലതും കേൾക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ടെസ്റ്റ്, ഈ വലത് സൈഡിലിരിക്കുന്നവർ മാത്രം ഒരു 3 അല്ലേലി ഒന്ന് പറഞ്ഞേ. എൻ്റെ ചെവി അടിച്ചു പോയതല്ല, ഇവർ വാതുറക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനാകപ്പാടെ ഭയപ്പെട്ടു. കർത്താവേ, കാഴ്ചയുമില്ല കേൾവിയുമില്ലാത്തവനായി ഞാൻ ഇനിയുള്ള കാലം ഈ PMG സഭയുടെ ശുശ്രൂഷയ്ക്ക് വന്ന ശേഷം ഞാൻ ആയിത്തീരുന്നുവോ എന്ന് ഭയപ്പെട്ടപ്പോൾ എൻ്റെ ആ ഭയം ദൈവം മാറ്റി. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞപ്പോൾ എൻ്റെ ഭയം മാറിയെങ്കിൽ നിങ്ങളുടെ സ്തോത്രത്തിൻ്റെ മുൻപിൽ മറ്റേതൊക്കെയോ വിടവല നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ വിശ്രമമില്ലാതെ കഴിഞ്ഞ രാത്രി വരെ ശുശ്രൂഷയിലായിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞ് തൊണ്ടയെല്ലാം ഒരു പരുവത്തിലായിരിക്കുന്നത്. അതുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ഇവിടെ വന്ന് കയറിയപ്പോൾ ആത്മനിറവിൽ കർത്തൃദാസിമാരും ദൈവദാസനൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അതിലൊരു ദൈവദാസി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മടക്കി തരണം. എന്നിട്ട് എടുത്തു പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കൃപകളെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ടാലൻറ്റുകളെ ഞങ്ങൾക്ക് മടക്കി തരണം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കൊരു അതിഥിയെ ആവശ്യമില്ലായിരുന്നു. ഒരു പ്രവാചകൻ പുറത്തുനിന്ന് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അകത്തൊരു അവിശ്വാസി വന്നാൽ
കുറഞ്ഞതൊരു 3-4 പേരുടെ അധരത്തിൽ നിന്ന് ആ വ്യക്തിയെ വിവേചിച്ച, ആ വ്യക്തിയുടെ വിഷയത്തെ തൊട്ട, ആത്മാവിൽ ആലോചന കൈമാറി ആ വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച, കൃപയിൽ ഉറപ്പിക്കുന്ന ഒരഭിഷക്ത ഗണത്തിൻ്റെ കാലഘട്ടം ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യനാളിൽ ഉണ്ടായിരുന്നു. പ്രസ്ഥാനം വളർന്നപ്പോൾ, ഭൗതിക ഉയർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ, തലമുറകളുടെ സ്ഥിതി മാറിയപ്പോൾ, സഭയ്ക്ക് ദൈവം ആദ്യ നൂറ്റാണ്ടിൽ നൽകിയത് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയെന്ന ചിന്ത സഭയെ ഭരിക്കുന്നെങ്കിൽ ഈ ഉപവാസത്തിൽ സഭ നിലവിളിക്ക്, ദൈവം ഞങ്ങൾക്കത് മടക്കി തരണമേ. Praise the Lord. ആ പ്രാർത്ഥന ദൈവം വളരെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാ. ദൈവം വളരെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയാ. ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൂതന്മാർക്ക് കൊടുക്കാത്ത സ്നേഹമാ നമുക്ക് പുത്രൻ തന്നത്. രാപ്പകൽ അവനെ ആരാധിച്ചുകൊണ്ടുന്ന ദൂതഗണങ്ങൾ ചിറകൊന്ന് വിടർത്തിയാൽ ശ്രുതി മധുരമായ സ്വരങ്ങൾ ആരാധനയായി ദൈവസന്നിധിയിൽ അർപ്പിക്കത്തക്കവണ്ണം കഴിവുള്ള ദൂതൻ വെട്ടേറ്റ് താഴെ വീണു. എന്നാൽ ഇന്ന് വരെ ആ കുറ്റബോധത്തോടെ ഏറ്റുപറഞ്ഞ, കരഞ്ഞു മടങ്ങി വരാൻ ലൂസിഫറിനോ അവൻ്റെ സംഘത്തിനോ ദൈവം അവസരം കൊടുത്തില്ല. സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ ഇറങ്ങിപ്പോയവനെ അഗാധത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുകയാ. അവയ്ക്കിതുവരെ മടങ്ങി വരാൻ, അനുദപിച്ച് മടങ്ങി വരാൻ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ഈ 13ാമത്തെ പകലോ അവൻ നമ്മിൽ ചിലരെ ദൈവസന്നി മടങ്ങി വരേണ്ടതിന് ആലോചന നൽകിക്കൊണ്ട്, അവന്റെ ഇരുകര നമുക്ക് മേൽ നീട്ടിക്കൊണ്ട് നാം മടങ്ങി വരാൻ അവൻ ആശിക്കുന്നത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഉപവാസ പ്രാർത്ഥനയിലൂടെ വലിയ ബലം ധരിച്ച ആനന്ദത്തോടെ മടങ്ങാം. തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുന്നു. ആമേൻ. കർണരസമാറുള്ള നിലയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തിയോളജി പരമായി വചനം ശുശ്രൂഷിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. വർഷങ്ങൾ പലതായി ഈ പുസ്തകം ഒന്ന് തുറന്ന് വായിച്ചിട്ട് കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടതുകൊണ്ട് വചന പഠനം കഴിയുന്നില്ല. സ്റ്റഡി ബൈബിളുകളോ വേദപണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോ ഞാൻ ഹൈസ്കൂളിൽ എഴുതിയ നോട്ട്സുകളൊന്നും നിരത്തിവെച്ച് പഠിക്കുവാനുള്ള പ്രാപ്തി വർഷങ്ങളായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആശ്രയം ഓഡിയോ ബൈബിൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അല്പസമയം വചനം സംസാരിക്കും. ആമേൻ. കാലങ്ങൾക്ക് മുൻപ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആമേൻ ശുശ്രൂഷിച്ചൊരു കാലമുണ്ട്. വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വചനം ആലോചനകൾ ശിരസിൽ കൈ തൊട്ട് പറഞ്ഞൊരു കാലമുണ്ട്. 1996 ഈ സഭയിൽ കടന്നു വന്ന് അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. ഇന്ന് ഇതിനകത്ത് ആരെയും കാണത്തില്ല. കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും വിശ്രമമില്ലാതെ അപ്പനു വേണ്ടി ഓടാൻ കർത്താവ് ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതിനന്തരം ആരെങ്കിലും വ്യക്തിപരമായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ എളിയവൻ സന്തോഷമുള്ളവനാണ് എന്ന കാര്യം ഓർപ്പിച്ച എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് കൈമാറാൻ തന്ന ഒരു ദൂത് കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു.
അതിനാധാരമായി എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 25-ാം വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. സ്വർഗീയപിതാവേ, വായിച്ച തിരുവെഴുത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ അതിൻ്റെ അടുക്കളക്കി ആത്മാവ് ജനത്തോട് സംസാരിക്കണം. ആമേൻ. വചനം കേൾക്കുകയും വചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. തിരുവെഴുത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് ക്രൂശിൻ്റെ മറവിൽ എളിയവൻ മറയുന്നു. അങ്ങയുടെ കൃപയിൽ ഇന്ന് പകൽ ഞങ്ങളെ ഇരുത്തേണം. പ്രാർത്ഥന, യാചന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ അങ്ങേ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതിച്ചിടാനുണ്ടെനിക്കാശ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതിച്ചിടാനുണ്ടെനിക്കാശ. പരനേ നിന്റെ വരവോ ഏതോ സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവോ ഏതോ സമയം എന്നു വരും. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികോ കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനി കൊതിയുണ്ടേ. മണ്ണിൽ മൗനമുറങ്ങൂ തൻ്റെ വിശുദ്ധ എല്ലാ നിമിഷോ. മണ്ണിൽ മൗനമുറങ്ങൂ തൻ്റെ വിശുദ്ധ എല്ലാ നിമിഷവും. കാഹള ധ്വനിയെങ്കിൽ കാഹള ഓ ചടുചാടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ. കാഹള ധ്വനി ഓ പരനേ അങ്ങേ കാൺമാൻ എനിക്കധികോ കൊതിയുണ്ട്. ഓ പരനേ അങ്ങേ കാൺമാൻ എനിക്കധികം
പ്രത്യാശയുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം വായിച്ച വചനത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് താൻ മുഖാന്തരമായി, അവിടെ താൻ എന്നൊരു പദം, അതിൻ്റെ അവസാന ഭാഗത്ത് അവൻ പ്രാപ്തനാകുന്നു. താൻ എന്നും അവൻ എന്നും ഒരുവനെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. താനെന്നും അവനെന്നും ഒരുവനെ കുറിച്ച് 25-ാം വാക്യം പറയുമ്പോൾ അവൻ ആരെന്ന് നമുക്കറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രാണനാഥനെയാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ്. അടുത്തത് നാം അതിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൻ്റെ 3 ആളത്വമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ. സെക്കൻഡ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 3 ആളത്വം. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ആ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രവർത്തികൾ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രവർത്തികൾ ഏത് എന്ന് നോക്കിയാൽ വ്യക്തി ആരെന്നറിയാം. വ്യക്തി ആരെന്ന് പഠിച്ചാൽ അവൻ്റെ പ്രവൃത്തി എന്തെന്നറിയാം. അതിന് വ്യക്തി ആരെന്നറിയാൻ പ്രവൃത്തിയെ നമുക്കൊന്ന് നോക്കാം. വായിച്ച വാക്യത്തിൽ ഒന്നാമത് കാണുന്ന പ്രവൃത്തി താൻ മുഖാന്തരം നമ്മെ ദൈവത്തോടടുപ്പിക്കുന്ന ശുശ്രൂഷ. ആമേൻ. ആരുടെ ശുശ്രൂഷയാ? ദൈവത്തോട് ജനത്തെ അടുപ്പിക്കുന്ന ശുശ്രൂഷ. പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു, പ്രവാചകന്റെ ശുശ്രൂഷയാണ്. പ്രവാചകന്റെ ശുശ്രൂഷയാണ് ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷയെങ്കിൽ ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, ഇതിൽ കാണുന്ന യേശു എന്ന വ്യക്തി അവനൊരു പ്രവാചകനാണ്. ഹല്ലേലൂയ. 2 അവിടെ വായിച്ചു, താഴോട്ട് വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 2 അവിടെ വായിച്ചു, ആമേൻ. പക്ഷപാതം ചെയ്യുന്ന ശുശ്രൂഷ ഈ സഭയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷപാതം ചെയ്യുന്ന ശുശ്രൂഷ ആരുടേതാ? പുരോഹിതന്റെ ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്ത് പറയുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാ? ശ്രേഷ്ഠ മഹാപുരോഹിതനാ. അടുത്തത് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. തൻ്റെ ജനത്തെ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന വ്യക്തിയാണ് രാജാവ്. അങ്ങനെയെങ്കിൽ യേശു രാജാതി രാജാവാണ്. ഇന്ന് പകൽ ഈ 13-ാമത്തെ ദിവസം വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായ യേശുവാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നമ്മെ ഇരുട്ടിന്റെ അധീനതയിൽ നിന്ന് വിടിവിപ്പാൻ പ്രാപ്തനായ രാജാതി രാജാവാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്പർ 1, യേശു ക്രിസ്തു ആരാ?
പ്രവാചകൻ. ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പ്രവാചകന്മാരുണ്ട്, പുതിയ നിയമസഭയിലും പ്രവാചകന്മാരുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ട്. അപ്പോൾ യേശു പ്രവാചകനെന്ന് പറഞ്ഞാൽ ഈ ഗണത്തിലൂടെ അവൻ ഉൾപ്പെടും. അതുകൊണ്ട് യേശു കേവലം ഒരു പ്രവാചകനല്ല, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. രക്തത്താൽ ജയം. അവൻ മറ്റൊരു പുസ്തകം പറയുന്നു, അവൻ വലിയ പ്രവാചകനാ. ബൈസ്കൂളിൽ പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും അറിയാം, പ്രവചന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഠന സൗകര്യത്തിന് വേണ്ടി പ്രവചന ഗ്രന്ഥങ്ങളെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. ഒന്ന് വലിയ പ്രവാചകൻ, ചെറിയ പ്രവാചകൻ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പില്ലായിരുന്നു. ഒരു കൂട്ടർ വലിയ പ്രവാചകന്മാരെന്നും ഒരു കൂട്ടർ ചെറിയ പ്രവാചകന്മാരെന്നും തരംതിരിച്ചൊരു ശുശ്രൂഷ പഴയ നിയമ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. പഠന സൗകര്യത്തിന് വേണ്ടി പ്രവാചക ഗ്രന്ഥങ്ങളെ അങ്ങനെ ക്രമീകരിച്ചെന്നേ ഉള്ളൂ. എന്നാൽ വലിയ പ്രവാചകൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ! യേശു ക്രിസ്തു വലിയ പ്രവാചകൻ. രണ്ട്, യേശു ക്രിസ്തു ആരാ? അതും ശരിയാകത്തില്ല. പുരോഹിതന്മാരിവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ വേർതിരിക്കപ്പെട്ട മഹാപുരോഹിതൻ, ആദ്യത്തെ മഹാപുരോഹിതൻ ആരാ? കെ എബ്രഹാം സാറോ? ആരാ? അഹരോൻ. ആദ്യത്തെ മഹാപുരോഹിതൻ ആരാ? അഹരോൻ. അപ്പോൾ യേശു പുരോഹിതനുമല്ല, മഹാപുരോഹിതനുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊപ്പം യേശുവിനെ നിർത്തണം. യേശു പുരോഹിതനല്ല, മഹാപുരോഹിതനല്ല, പിന്നെ അവർക്കും ഇത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇന്ന് ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ സാന്നിധ്യം ഈ 13-ാമത്തെ ദിവസം ഇവിടെ അനുഭവിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2, 3, യേശു ആരാ? രാജാതി രാജാവ്. രാജാവല്ല, പിന്നെ രാജാവെന്ന് പറയുന്നത് ജനം പ്രജകളായിരിക്കുമ്പോൾ ഒരുവൻ ആരായിരിക്കും? രാജാവ്. ഈ രാജാവിൻ്റെ പ്രജകൾ ജനമാണ്. എന്നാൽ രാജാതി രാജാവിൻ്റെ പ്രജകൾ ഇവിടത്തെ രാജാക്കന്മാരാ. രാജാക്കന്മാരെ പ്രജകളാക്കി നിർത്തി യേശു രാജാതി രാജാവായി വാഴുന്നത് കൊണ്ട് ആ കരമത് ഉയർത്തിപ്പിടിച്ച ആ പ്രാണപ്രിയനെ സ്തോത്രം ചെയ്യാം. ഇന്ന് ആത്മാവ് നടത്തുന്നത് പോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം ആരംഭത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശു ക്രിസ്തു വലിയ പ്രവാചകൻ. ഈ പ്രവാചകൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കും. ധാരാളം പ്രവാചകന്മാരൊക്കെ കയറി ഇറങ്ങി ശുശ്രൂഷിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് PMG പാളയം സഭ. ഈ പ്രസ്ഥാനവും ആ വിധത്തിൽ ശുശ്രൂഷ അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിനകത്ത് തന്നെ അഭിഷക്തന്മാർ ആത്മതലത്തിൽ ശക്തിയോട് ഉപയോഗിക്കുന്ന പ്രവാചക വൃന്ദങ്ങളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ യേശു എന്ന പ്രവാചകൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ പ്രവാചകൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 14:3. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും തൻ്റെ ശുശ്രൂഷയാൽ ജനത്തിന് എന്തുണ്ട്?
ആത്മീക വർധന വർധനവുണ്ട്. 2, പ്രവാചക ശുശ്രൂഷയാൽ പ്രബോധനമുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് സഭകളിലുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ മാതൃസഭയിൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രബോധന ശുശ്രൂഷ. സാക്ഷ്യം പറഞ്ഞ ശേഷം ആ സഭയിൽ സാക്ഷ്യമുള്ളതും ഇരുത്തം വന്നതും കൃപയുള്ളതുമായ മുതിർന്ന 1-2 പേർ ചില മിനിറ്റ് എന്ത് ചെയ്യും? പ്രബോധിക്കും. ആമേൻ. ആദ്യ നൂറ്റാണ്ട് സഭയിലും ഒരു പ്രബോധന പുത്രനായ വ്യക്തിയെ കാണാൻ കഴിയുന്നു. എന്താ പേര്? ബർന്നബാസ്. ഒരു പ്രബോധനപുത്രനായിരുന്നു. എന്നാൽ ഇന്ന് പ്രബോധനം എന്നൊരു സമ്പ്രദായം പല സഭകളിലും ഇല്ലാത്തതിൻ്റെ കാരണം പ്രബോധിപ്പിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, പ്രബോധിപ്പിക്കാൻ കൃപയില്ലാഞ്ഞിട്ടല്ല, പണ്ടത്തെ അനുഭവമല്ല. സഭകളിൽ രണ്ട് നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയാവുള്ളൂ. ആമേൻ. സഭകളിൽ 2 ചേരികൾ. ഒരു കൂട്ടർ ഒരച്ചായനോടുകൂടെ ഒരു കൂട്ടർ, മറ് അച്ചായനോടുകൂടെ അടുത്ത കൂട്ടർ. ഞാൻ പറഞ്ഞത്, ആമേൻ, അങ്ങനെ ഒരു പ്രബോധനം നടത്തുമ്പോൾ ഇന്നീ കാലഘട്ടത്തിൽ പ്രബോധിപ്പിക്കുന്നവൻ ജനത്തിന് ആത്മീക വർധനവിൻ്റെ പ്രബോധനമല്ല, പിന്നുള്ള ആലോചനയാണ് വിളമ്പുന്നത്. അതിച്ചിരി മൂർച്ചയുള്ളതായതുകൊണ്ട് സഭകൾ ഇപ്പോൾ എന്ത് നിർത്തി? പ്രബോധനം നിർത്തി. സ്വോത്രം ഒന്ന് പറ. ആമേൻ. അപ്പോൾ പ്രവാചക ശുശ്രൂഷയിൽ ആത്മീക വർധനവ്. 2, പ്രബോധനം ലഭിക്കുന്നു. 3-ാമത്തെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആശ്വാസം ലഭിക്കുന്നു. പക്ഷെ നമ്മൾ എന്തേ പ്രതീക്ഷിക്കുന്നുള്ളു? സ്തോത്രം. നമുക്ക് പ്രബോധനവും വേണ്ട. അമ്മേ, നമുക്ക് എന്ത് മതി? ആത്മീയത, ആശ്വാസം. ഇവ 3ഉം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ. എന്താ യേശു എന്ന പ്രവാചകന്റെ പ്രത്യേകത? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. താഴോട്ട്. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അടുത്തതാ, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. അടുത്തതാ, സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ. എന്താ യേശു പ്രവാചകൻ എന്ന് പറയാൻ കാരണം? ഇവളുടെ ഭാവിയെ കുറിച്ച് പ്രവചിച്ചതുകൊണ്ടാണോ? പറഞ്ഞു, അങ്ങനെ പ്രവചിച്ചോ? അടുത്ത വർഷത്തിൽ നിനക്കൊരു ഭയങ്കര ഉയർച്ച വരും. ഇതാണോ യേശു അവളോട് പ്രവചിച്ചത്? പ്രൈസ് ദി ലോർഡ്. അവളുടെ പാപജീവിതത്തെ തൊട്ടു, അവളുടെ രഹസ്യഭാവത്തെ തൊട്ടു, പ്രൈസ് ദി ലോർഡ്, അവളുടെ അകൃത്യത്തെ, അവളുടെ അധാർമിക ജീവിതത്തെ, അവൾ വെച്ചു പുലർത്തുന്ന രഹസ്യ പാപത്തെ യേശു തൊട്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, ഇവനത്രേ പ്രവാചകൻ. നിന്റെ അധരത്തിൽ ഒഴുകുന്ന പൊടുപടായുള്ള അന്യഭാഷ കേട്ട് നിൽക്കുന്നവനല്ല എൻ്റെ കർത്താവ്. നിന്റെ അകത്തളത്തിന്റെ അശുദ്ധിയെ കാണുന്നവനാണ് ഈ പ്രവാചകനത് തിരിച്ചറിയുന്നവർ കരമടിച്ചു ദൈവത്തിന് ഈ പകൽ സ്തോത്രം ചെയ്യാം.
PMG സഭയിലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നു എങ്കിൽ, പാളയം സഭയിലെ ഞാൻ ഉദാഹരണം പറയുക, ഒരു കുടുംബം അവരുടെ വേണ്ടപ്പെട്ട മറ്റൊരു കുടുംബത്തിൽ ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തണമെങ്കിൽ ആ പ്രവാചകനിൽ നിന്ന് മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു ദൂത് കേട്ട വ്യക്തിയായിരിക്കും. അല്ലേ? മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മറ്റു ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രവചന ശബ്ദം കൈമാറിയാൽ നമ്മൾ ആ പ്രവാചകനെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? പരിചയപ്പെടുത്തും. അദ്ദേഹം ഒരു നല്ല പ്രവാചകനാ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്ത ഒരു മഹാപാപത്തെ, തെറ്റിനെ മുഖം നോക്കാതെ നിങ്ങളോട് പറഞ്ഞാൽ അദ്ദേഹം പ്രവാചകനാണെന്ന് നിങ്ങൾ അടുത്ത കുടുംബക്കാരോട് പറയൂ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം കറക്റ്റ് ദൂതാകാൻ പറഞ്ഞത്, പക്ഷെ ആ ദൂതിനെ നമ്മൾ അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയും, ഓ അദ്ദേഹത്തെ എന്ത് ചെയ്യണ്ട, വിളിക്കണ്ട. അതെന്താ മാമേ? ഓ പുള്ളി നമ്മൾ അങ്ങനെ അങ്ങ് പറയും. എന്നോട് കറക്റ്റ് ദൂത് പറഞ്ഞെന്ന് പറയത്തില്ല. പുള്ളിക്കൊരു പരിജ്ഞാനം ഇല്ല. സ്വത്രം പറയുന്നില്ലല്ലോ. ഇവിടെ ദൂത് ശ്രദ്ധിച്ചേ, ഇവൾക്ക് കർണരസമാറുള്ള യാതൊരു ദൂതും യേശു അവളോട് പറഞ്ഞില്ല. ഇവളുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, ഇവളുടെ കണ്ണുകൾക്ക് ശോഭ കൊടുക്കുന്ന, അവളുടെ ഹൃദയത്തെ പിടപ്പിച്ച് വിശാലമാക്കുന്ന യാതൊരു ദൂതും പറഞ്ഞില്ല. അവളുടെ രഹസ്യഭാവത്തെ ഇവൾ തൊട്ടപ്പോൾ അവൾ പറഞ്ഞു, നീ പ്രവാചകനാണ്. എന്താ പ്രവാചകന്റെ ശുശ്രൂഷ? പാപബോധം വരുത്തി ജനത്തെ ദൈവത്തോട്, ആ പോയിന്റ് മറക്കരുത് കേട്ടോ. പ്രവാചകന്റെ ശുശ്രൂഷ എന്താ? ജനത്തെ ദൈവത്തോടടുപ്പിക്കുന്നു. ഞാനിന്ന് പകൽ പറയാം, ഇവിടെ വിളിച്ച പ്രവാചകന്മാർ, ഇവിടെ വന്ന പ്രവാചകന്മാർ, അവരുടെ വചനഘോഷണത്തിലൂടെ നിനക്ക് ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ല പ്രവചന ശുശ്രൂഷ. ഒരുവൻ ഇവിടെ ഇന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. അവൻ നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വലിയ പ്രവാചകനാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇവൾക്ക് പാപബോധം വരുത്താൻ പുള്ളിക്കാരത്തി ആറാമത്തെ PhDക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പഠിച്ചുകൊണ്ടിരിക്കുക. 5 PhD ജയിച്ചു. ഇങ്ങനെ ജീവിച്ചവൾക്ക് പാപബോധം വരുത്താൻ, കുറ്റബോധം വരുത്താൻ ശമര്യയിൽ പ്രവാചകന്മാരില്ലായിരുന്നോ? സഭ പറഞ്ഞേ, ശമര്യയിൽ പ്രവാചകന്മാരില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് നമുക്കൊന്ന് കാണണം. ഇരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാനൊരു ഭോഷത്വം കണ്ടിരിക്കുന്നു. ഇതാ വിഷയം. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാനൊരു ഭോഷത്വം കണ്ടിരിക്കുന്നു. അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ച് കളയുന്നു. ഇവർ ചെയ്തത് എന്താ?
ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളയുന്നു. ആമേൻ. 10 മുതൽ ഒന്ന് വായിച്ചേ. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്തതാ ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. അടുത്തതാ മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അടുത്തതാ അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു. അടുത്തതാ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായി പുരോഹിതന്മാരും ഒരുപോലെ വഷളന്മാരായി തീർന്നു. അടുത്തതാ എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകൻ വഷളം പ്രവർത്തിക്കുന്നു, പുരോഹിതൻ വഷളനായിരിക്കുന്നു. ആലയത്തിനകത്തെന്ത് കാണുന്ന ദുഷ്ടത കണ്ടുകൊണ്ടിരിക്കുകയാ ദൈവം. സ്തോത്രം. പ്രവാചക ശുശ്രൂഷകന്മാർ വഷളം പ്രവർത്തിക്കുന്നു, പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? വഷളം പ്രവർത്തിക്കുന്നു. ആലയത്തിനകത്തെന്ത് കാണുന്നു? ദുഷ്ടത. അടുത്ത വാക്യം താട്ട് വായിച്ചോണം. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പായിരിക്കും. അടുത്തതാ അവർ അതിൽ കാൽ തെറ്റി വീഴും. ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തും എന്ന്. ഇത് കണ്ടുകൊണ്ട് ദൈവം കണ്ണടയ്ക്കത്തില്ല. ഇത് കണ്ട് ദൈവം കണ്ണടയ്ക്കത്തില്ല. ആലയത്തിനകത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ, വഷളം പ്രവർത്തിക്കുന്ന പ്രവാചകനെ, വഷളം പ്രവർത്തിക്കുന്ന പുരോഹിതനെ കണ്ട് ദൈവം കണ്ണടയ്ക്കുന്നവനല്ല. ന്യായവിധി അവൻ ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്ന ദൈവമാണെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുകയാ. അടുത്ത ശ്രദ്ധിച്ചോളണം. ശമര്യയിലെ പ്രവാചകന്മാരിൽ അല്ല, 14 മുതൽ വായിച്ചോ. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. നിങ്ങൾ അതെന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. 10-ാം വാക്യത്തിൽ പറയുന്ന ദേശത്ത് എന്ത് നിറഞ്ഞു? വ്യഭിചാരിണികളെ കൊണ്ട് നിറഞ്ഞു. 14-ൽ വായിച്ചപ്പോൾ അതിന് ഇരയായവരാരാ? അടുത്ത വാക്ക് ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ആരും തന്റെ ദുഷ്ടത എന്ത് ചെയ്യുന്നില്ല? വിട്ടുതിരിയാതെ വണ്ണം. വിട്ടുതിരിയുന്നില്ലെന്ന് മാത്രമല്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ധൈര്യപ്പെടുത്തുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ ധൈര്യപ്പെടുത്തുന്ന പ്രവാചകന്മാരെ കൊണ്ട് ആ കാലഘട്ടം നിറഞ്ഞിരുന്നു. ഇന്നും അതിന് കുറവില്ലെന്ന പരിശുദ്ധാത്മ പറയുന്നത്. ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവനെ, സഭയ്ക്ക് പ്രയാസമുളവാക്കുന്നവനെ ധൈര്യപ്പെടുത്തുന്ന പ്രവാചകന്മാരെ കൊണ്ട് പെന്തക്കോസ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രവാചകനിതാ ഒരുവളെ മാനസാന്തരത്തിലേക്ക് ദൈവത്തോട് അടുപ്പിക്കേണ്ടവന് അവിടെ എഴുന്നേൽക്കുകയോ. ദൈവസഭകൾക്കകത്ത് ദുഷ്ടത എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവ് പണിയുന്ന സഭ സ്വന്തം കൈകൾ കൊണ്ട് കൈകാര്യം ചെയ്യാൻ മനസ്സ് വെച്ചിട്ട് ദൈവഭയമില്ലാത്ത ഒരു തലത്തിൽ അഭിഷക്തന്മാർ മാറി. സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ.
ഇന്ന് പകൽ പരിശുദ്ധയാത്മാവ് നിന്നോട് പറയട്ടെ, നാശകരമായ കുഴിയിൽ കിടന്ന നിന്നെ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിന്നെ അവിടെ നിന്ന് വിടുവിച്ച് ഈ പാറമേൽ നിർത്തി നാവിൽ പുതിയൊരു പാട്ട് തന്നവന് നീ എങ്ങനെ വാതുറന്ന് ആരാധിക്കാതിരിക്കോ? നീ എങ്ങനെ കരമടിക്കാതിരിക്കോ? അവൻ നിനക്ക് ചെയ്ത വിടവന് എത്ര വലുതാണ്! ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. വിടുതൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. Praise the Lord. Praise the Lord. ഞാൻ ആ വെളിപ്പാട് പുസ്തകം ധ്യാനിക്കുമ്പോഴൊക്കെ ഓർക്കുന്നൊരു കാര്യം പറയാം. 4 ജീവികൾ, 24 മൂപ്പന്മാർ, 1000 കോടി കോടി ദൂതഗണങ്ങൾ, ആകാശത്തിലെ പറവകൾ, ആമേ കരയിലെ മൃഗങ്ങൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, ആകാശത്തിലെ വാനഗോളങ്ങൾ, ആമേ ഈ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുമ്പോൾ, ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് ഈ 4 ജീവികൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് ദൂതന്മാർക്ക് ഒരു വിടവലും വന്നിട്ടില്ല. എന്നാൽ ഒരു വിടവലും ഒരു പ്രയോജനവും കുഞ്ഞാട് അറുക്കപ്പെട്ടത് നിമിത്തം അവർക്കുണ്ടായില്ലെങ്കിലും അവർ പാടി ആരാധിക്കുന്നത് ആ കുഞ്ഞാട് നിമിത്തം നമുക്ക് ലഭിച്ച വിടവലോർത്ത്, നമ്മെ വിലക്ക് വാങ്ങിയതോർത്ത് അവ ദൈവത്തെ സ്തുതിക്കുകയോ. ഇവർ കുഞ്ഞാടിനെ ആരാധിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് പാടിക്കൊണ്ടാ. നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്ത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5 മുതൽ ഒന്ന് വായിച്ചോ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. കയ്യിൽ എന്തിരുന്നു? പൊൻകലശമുണ്ട്, ധൂപവർഗമുണ്ട്. കയ്യിലെന്താ ഇരുന്നേ? വീണയും വിശുദ്ധന്മാരുടെ. ആമേൻ. അയ്യോ, ഇത് കൈ ഇരിക്കുന്നുണ്ട്, ഇത് നിലത്ത് വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞു നിൽക്കുകയാണോ? ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ചില വർഷങ്ങൾക്ക് മുൻപ്
നീണ്ട ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് 3 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. വെള്ളി ശനി പകലും രാത്രി സഭായോഗത്തിനും കൂടെ കൂടാൻ. അന്ന് സഭായോഗത്തിൽ അവസാന മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. അന്നവിടെ ഒരു കൊയറുണ്ട്. ആമേൻ. ഒരു ബ്രദർ ലീഡ് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ട് പാടി കർത്തൃമേശ നടക്കുന്നു. അപ്പം കൊണ്ട് ഓരോരുത്തരെ കൊടുത്ത് ഒടുവിൽ പാസ് കൊയറിൻ്റെ അടുത്ത് വന്നു. കീബോർഡ് വായിക്കുന്നവൻ അത് നിർത്തിയേച്ച് ആ അപ്പം എടുത്ത് താൻ ഭക്ഷിച്ചു. പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നവരും അപ്പം എടുത്ത് ഭക്ഷിച്ചു. അവർക്ക് പാട്ടല്ല വിലപ്പെട്ടത്, ആ കർത്താവിൻ്റെ മേശയായിരുന്നു. ഞാൻ ഒരാളെ കണ്ടു. ലീഡ് ഗിറ്റാർ വായിക്കുന്ന സഹോദരൻ പാത്രത്തിൽ നിന്ന് അപ്പം എടുത്തിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആദാമിൻ്റെ കാലത്ത് വാങ്ങിയ ഒരു പഴയ തുരുമ്പിച്ച ആംപ്ലിഫയർ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്തു? വെച്ചു. ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. എൻ്റെ ഹൃദയം വേദനിച്ചു. ആമേൻ. ആ തുരുമ്പ് പിടിച്ച പൊടിപടലങ്ങൾ പിടിച്ച ആ പഴയ ആംപ്ലിഫയറിൻ്റെ പുറത്ത് അപ്പം എടുത്തു വെച്ചു. എന്നിട്ട് അദ്ദേഹം ഗിറ്റാർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ പാട്ട് അത് തീർന്നപ്പോൾ ചില മിനിറ്റുകൾ കഴിഞ്ഞിട്ട് ആമേ ലാഘവത്തോടെ ആ അപ്പക്കഷ്ണം എടുത്ത് ഞാൻ വായിലോട്ട് ഇട്ട് കപ്പലണ്ടി വായിലോട്ട് എറിഞ്ഞ് കഴിക്കുന്നത് പോലെ, പ്രിയരെ, ഇവിടെ വീണയും വിശുദ്ധന്മാരുടെ ആ പ്രാർത്ഥന നിറഞ്ഞ പൊൻകലശവും കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണ് എനിക്ക് നിനക്ക് ഏത് പദവി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് നമ്മുടെ പക്കലുണ്ടെങ്കിലും അത് കുഞ്ഞാടിനേക്കാൾ വലുതല്ല, അത് ദൈവത്തേക്കാൾ വലുതല്ല. ഹല്ലേലൂയ. നമുക്കുള്ള കുടുംബ മഹിമ, നമുക്കുള്ള വിദ്യാഭ്യാസം, നമുക്കുള്ള പദവി, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിൻ്റെ പെരുപ്പ്, ഇവ ഒന്നും എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനേക്കാൾ വിലപ്പെട്ടതല്ലെന്നറിയുന്നവൻ നെടുമ്പാട വീണ ദൈവത്തെ ആരാധിക്കാം, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം, ആദരം തുറന്ന ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ അവന് മഹത്വം കൊടുക്കുന്ന സഭയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നാം സമ്പന്നന്മാരായി തീരേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ക്രിസ്തുവിനെ ഞാനും നീയും മറന്നു കളയരുത്. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചീശൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാം നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാം നാട്ടിലാക്കുവാൻ. പാപം നീക്കി ശാപം മാറ്റി മൃത്യുവിൽ ജയമേകി. പാപം നീക്കി ശാപം മാറ്റി മൃത്യുവിന്മേ ജയമേകി. വേഗം വരാം എന്നൊര
എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വേർന്നുയർത്തവൻ വാനലോകമതിൽ ചേർന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്ത് ഓ എൻ്റെ സമ്പത്ത് പ്രിയരെ, ഈ മണ്ണിൽ ആ സമ്പത്തിനേക്കാൾ മറ്റൊരു സമ്പത്ത് നമുക്ക് പ്രാപിപ്പാൻ ഇല്ലവേ ഇല്ല. ഇവിടെ പലരും യേശു നിമിത്തം പലരും പലതും വാരി കൂട്ടി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു ദൈവമനുഷ്യൻ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് പരിചയപ്പെടാം. അവൻ ക്രിസ്തു നിമിത്തം സകലതും ഛേദമെണ്ണി, ചപ്പും ചവറുമെന്നെണ്ണി, എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെയും എന്നെ കാക്കാൻ ശക്തനായവൻ തന്നെ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതൊഴികെ ഈ ഉലകത്തിൽ പിടിച്ചടക്കുന്നതെല്ലാം ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ മായ. സകലതും മായ. സൂര്യന് കീഴേ നാം പിടിച്ചടക്കുന്ന നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ പ്രൗഢി കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ പാരമ്പര്യം കൊണ്ട് നാം പിടിച്ചടക്കുന്നതെല്ലാം മായ. സകലതും മായ. മടങ്ങി വരാം. യേശു എന്ന പ്രവാചകൻ, ആമേൻ, പാപബോധം വരുത്തുന്ന പ്രവാചകൻ, കുറ്റബോധം വരുത്തുന്ന പ്രവാചകൻ, അനുതാപം വരുത്തി ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന പ്രവാചകൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, നാം ആകട്ടെ, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് ഉലകത്തിലൊരു പ്രവാചകന്മാരും നമുക്ക് വെളിപ്പെടുത്തിയില്ലെങ്കിലും നമ്മുടെ അരികിൽ നിൽക്കുന്ന ആ വലിയ പ്രവാചകൻ്റെ സാന്നിധ്യം നമ്മുടെ അന്തരാത്മാവിനെ കുറ്റപ്പെടുത്താറില്ലേ? നമുക്ക് കുറ്റബോധം വരുത്താറില്ലേ? ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന ഒരു പ്രവാചകനോ അതിനെക്കുറിച്ച് ബോധം വരുത്താതെ പോയാലോ ഒരു വലിയ പ്രവാചകൻ അവൻ നിന്റെ മനസ്സാക്ഷിക്ക് കുറ്റബോധം വരുത്തത്തില്ലേ? അവന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നീ ചെയ്തത് പാപമാണെന്ന് നിന്റെ മനസ്സാക്ഷി നിന്നോട് തന്നെ വാദിക്കത്തില്ലേ? കിടക്കാൻ ബെഡ്റൂമിലേക്ക് കയറി ആത്മാവിൽ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ പകൽ മുഴുവൻ എന്നെ നീ സൂക്ഷിച്ചു. അങ്ങയുടെ കൃപാ കടാശം എൻ്റെ മേലിരുന്നു. എന്നെ നന്നായി നടത്തിയ ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് ആ തലയിണയിലേക്ക് തലയൊന്നടിപ്പിച്ച് ചായ്ച്ച് ആ കട്ടിലേക്ക് കിടക്കുമ്പോൾ
അന്ന് രാവിലെ ഉണ്ടായ ചില തെറ്റുകൾ, അന്ന് രാവിലെ ഉണ്ടായ ചില കുറവുകൾ, അന്ന് രാവിലെ വായിൽ വന്ന ചില വാക്കുകൾ, പ്രവൃത്തിയിൽ വന്ന ചില ദോഷവശങ്ങൾ, അത് നമുക്ക് കുറ്റബോധം വരുത്താൻ നമ്മുടെ ബെഡ്റൂമിൽ കിടക്കറയിൽ ഈ പ്രവാചകൻ അടുത്ത് വന്നിട്ട് വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ ഹൃദയത്തോടവൻ സംസാരിച്ച ദിവസങ്ങൾ ഇല്ലയോ? യേശുക്രിസ്തു എന്ന പ്രവാചകൻ പാപ ബോധം വരുത്തുന്ന പ്രവാചകൻ. ശമര്യയിലെ പ്രവാചകന്മാരും യെരുശലേമിലെ പ്രവാചകന്മാരും വഷളം പ്രവർത്തിച്ചു, വ്യഭിചാരം ചെയ്തു, ആലയത്തിൽ ദുഷ്ടത പ്രവർത്തിച്ച് ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തി പ്രവചിച്ചു പോകുമ്പോൾ ഇതാ ആ ശമര്യയിലെ ഒരു യുവതിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രവാചകൻ ഒരു ഉറവയുടെ അരികിൽ നിൽക്കുകയാ. ഇന്ന് പകൽ ആത്മാവി സഭയോട് പറയാം, നേരോടെ നടക്കുന്നവർക്ക് അവൻ. എന്നാൽ ഇന്ന് പകൽ അതിനേക്കാൾ എൻ്റെ ദൈവമേ, എൻ്റെ കുറവ്, എൻ്റെ തെറ്റ്, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ കരഞ്ഞുകൊണ്ട് നിൻ്റെ അരികിൽ വരികയാണ്, എനിക്ക് പാപബോധം വരുത്തുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പാടുകയാ. നമുക്ക് മടങ്ങി വരാം. ഒന്ന്, യേശു എന്ന പ്രവാചകൻ എന്തു ചെയ്യുന്നു? പാപ ബോധം വരുത്തുന്നു. അവൻ കേവലം പ്രവാചകനല്ല, അവൾ പാത്രം അവിടെ വെച്ചേച്ച് ഓടി പട്ടണത്തിൽ ചെന്നു. പറഞ്ഞത്, ഞാൻ ആരെ കണ്ടിരിക്കുന്നു? മശീഹയെ, ക്രിസ്തുവിനെ. ആരായി ക്രിസ്തു? നമുക്ക് പാപബോധം വരുത്തുന്ന പ്രവാചകനാണ്. ഇന്ന് പകല അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ ഇന്നലെ പ്രസംഗിച്ചെടുത്ത് പറഞ്ഞൊരു കാര്യം ഇവിടെയും പറയാം. ഒരിക്കലൊരു മീറ്റിങ്ങിന് ഭയങ്കര ആരാധനകളും ശുശ്രൂഷകളും വെളിപ്പെട്ട അനന്തരം ഒടുവിൽ ആ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ദൈവദാസൻ ആ പൊതു സദസ്സിനോട് ചോദിച്ചു, നിങ്ങളിൽ ദൈവസാന്നിധ്യം ഇന്നത്തെ കൂട്ടായ്മയിൽ അനുഭവിച്ചവർ കൈ ഉയർത്താൻ പറഞ്ഞു. പലരും കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ഓരോരുത്തരോട് ചോദിച്ചു, എന്താ നിങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം? നല്ലൊരു പങ്കം ആൾക്കാർ പറഞ്ഞു, ഒരു വലിയ പ്രകാശം ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മറ്റൊരു കൂട്ടർ പറഞ്ഞു, തെളിഞ്ഞൊഴുകി വരുന്ന ഒരു നദി നമ്മിലേക്ക് ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. ഒടുവിലായി കരമുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളോട് ചോദിച്ചു, മോളെ, ദൈവസാന്നിധ്യം ഈ ഹാളിൽ വന്നത് നിനക്കനുഭവിക്കപ്പെടാൻ കഴിഞ്ഞത് എന്താണ്? അവൾ പറഞ്ഞു, ഇന്നലെ വരെ ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ സ്നാനപ്പെട്ടവളാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചവളാണ്, ഞാൻ അന്യഭാഷ പ്രാപിച്ചവളാണ്. എന്നാൽ ഇന്നത്തെ ദൈവ സാന്നിധ്യം എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി, ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച്, എൻ്റെ പ്രവൃത്തി ദോഷങ്ങളെക്കുറിച്ച്, എൻ്റെ വായിൽ വന്ന വാക്കുകളെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലിനതയെക്കുറിച്ച്, ഓ യേശു എന്ന പ്രവാചകന്റെ സാന്നിധ്യം എനിക്ക് പാപബോധം വരുത്തി. നമ്മുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട്.
ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ കാലഘട്ടത്തിൽ ആരംഭ ദിവസങ്ങളിലാണ് എന്ത് വരുത്തുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കത്തുന്ന ദിവസങ്ങളാണ്. ചിലതിന് 13-ാമത്തെ ദിവസം വരെ ഇടപെട്ടിട്ടും എന്താ പാപബോധം വന്ന് യഥാസ്ഥാനപ്പെടാത്തവരുണ്ട്. ഇന്ന് പകൽ പറയാ, യേശു എന്ന പ്രവാചകൻ ആരാണ്? പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നവൻ, പാപത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തുന്നവൻ, കുറവുകളെ വെളിപ്പെടുത്തുന്ന പ്രവാചകൻ. ഈ പ്രവാചകൻ നമ്മുടെ നടുവിൽ ഈ കഴിഞ്ഞ 12 ദിനവും 13 രാത്രി നമ്മുടെ മധ്യ ഉണ്ടായിരുന്നു. ഈ 13-ാമത്തെ പകലും ഈ പ്രവാചകന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. അപ്പോൾ സമരിയ സ്ത്രീ പറഞ്ഞു, യേശു ആരാണ്? പാപബോധം വരുത്തുന്ന പ്രവാചകൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത് എന്താണ്? വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 19-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 24-ന്റെ 15 മുതൽ വായിച്ചോ. അടുത്തതാ മതി. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് ശിഷ്യന്മാർ പറയുന്നവൻ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനാണ്. യേശു എന്ന പ്രവാചകന്റെ വാക്കിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. യേശു എന്ന പ്രവാചകന്റെ പ്രവൃത്തിയിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സഭയോട് പറയുന്നത്, ആ പ്രവാചകന്റെ വാക്കിൽ എന്തുണ്ട്? പറ. ഇന്ന് പകൽ അവൻ ചിലരെ നോക്കി ഒരു വാക്ക് കൽപ്പിക്കാൻ പോകുകയാണ്. ഈ മെസ്സേജിൻ്റെ അവസാന നിമിഷത്തിൽ യേശു എന്ന പ്രവാചകന്റെ വാക്ക് ചിലത് ചെയ്തെടുക്കാൻ പോകുകയാണ്. ശിഷ്യഗണം യാത്ര ചെയ്യുന്ന പടകിൻ്റെ നേരെ വീശിയടിക്കുന്ന കൊടിയ കാറ്റിനെ, അലയടിച്ച് കയറുന്ന തിരയെ നോക്കി കൽപ്പിക്കുകയാ, അടങ്ങുന്ന ആമേ ശാന്തമാകുന്ന ആ പ്രവാചകൻ കൽപ്പിക്കാൻ പോകുകയാണ്. ആമേ ശതാധിപന്റെ ബാല്യക്കാരനെ നോക്കി കൽപ്പിക്കാൻ പോകുകയാ, സൗഖ്യമാകുന്ന ശൂന്യമായ വലയെ നോക്കി കൽപ്പിക്കാൻ പോകുകയാ, പടകം വലയും നിറയട്ടെ എന്ന്. ഇന്ന് പകൽ ആത്മാവ് പറയുന്ന പാപബോധം വരുത്തി ശുദ്ധീകരണത്തിലൂടെ ദൈവത്തോട് അടുപ്പിക്കുന്ന പ്രവാചകൻ മാത്രമല്ല, കുടുംബങ്ങൾക്ക് നേരെ വീശിയടിക്കുന്ന കൊടിയ കാറ്റിനെ, അലയടിച്ച് കയറുന്ന തിരകളെ അടങ്ങുമാറാക്കേണ്ടവനാ, ശാന്തത വരുത്തേണ്ടവനാ, അവയെ നോക്കി കൽപ്പിക്കുന്ന പ്രവാചകൻ. ഊടാറാവാന ശാന്തരസി. ചില കുടുംബജീവിതത്തെ തകർത്ത് കളയാൻ, ചില തലമുറയുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയാൻ, ചിലരെ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തുന്നവന് മുൻപ് തകർത്ത് കളയാൻ, അലയടിക്കുന്ന പ്രതികൂലത്തെ തകർക്കുന്ന ദൈവത്തിന്റെ വാക്ക്.
അവന്റെ വാക്ക് ചിലരെ നോക്കി കൽപ്പിക്കുകയാ. അവൻ ചിലരെ നോക്കി കൽപ്പിക്കുകയാ. ചില കുടുംബങ്ങളെ നോക്കി അവൻ ചിലത് കൽപ്പിക്കുകയാ. അവന്റെ വാക്കിന്റെ മുമ്പിൽ കാറ്റടങ്ങാൻ പോകുകയാ. കടൽ ശാന്തമാകുകയാ. വനം നിറയാൻ പോകുകയാ. ശൂന്യത മാറാൻ പോകുകയാ. രോഗബന്ധനങ്ങൾ അഴിയാൻ പോകുകയാ. ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് പിതാവിനോട് ചേർത്ത് നമ്മെ അടുപ്പിക്കുന്നവനാണ്. അവൻ വലിയൊരു പ്രവാചകനാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇന്ന് പകൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പാപബോധം വരുത്തുന്നവനാണ്. മാത്രമല്ല, അവനെക്കുറിച്ച് കേൾപ്പാനിടയായി അവൻ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവം കൂടിയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, അവൻ ഇന്ന് പകൽ നമ്മെ ചില മേഖലകളെ പണിയുന്ന ദൈവമാണ്. അവൻ ചില ഉടഞ്ഞതിനെ വാർത്തെടുക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ പണിയുന്നവനാണ്. നീ ചിലതിനെ പണിയുന്ന മകനായി മാറട്ടെ. അധരഘടക ശബ്ദ പ്രവസിയാധനായ നീ ചിലതിനെ പണിയുന്ന ദൈവമാണ്. നീ ചിലതിനെ അടുപ്പിക്കുന്ന ദൈവമാണ്. ചിലതിനെ മടക്കി വരുത്തുന്ന ദൈവമാണ്. നീ ചിലതിനെ കർത്താവെ തകർന്നതിനെ ചേർത്ത് പണിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ആ വലിയ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാം. ഒരുപക്ഷെ ലോകം പറയും ചിലതൊന്നും നീ മടങ്ങി പ്രാപിക്കത്തില്ല, ചിലതൊന്നും മടങ്ങി വരത്തില്ല, ചിലതൊന്നും പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്ക് വരികയില്ല. പക്ഷേ ഇന്ന് മകൾ ദൈവജനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു, അവൻ ഇന്ന് മകൾ നമുക്ക് പാപബോധം വരുത്തി നമ്മെ മടക്കി വരുത്തുന്നവൻ മാത്രമല്ല, അവൻ നമ്മെ പണിയുന്നവനാണ്. ആകയാൽ ആ വലിയ പ്രവാചകനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമ്മുടെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നിശ്ചയമായി അവൻ നമ്മെ ബലപ്പെടുന്ന ദൈവമാണ്. ഈ ദൂതിന് മുമ്പിൽ നമ്മെല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് രാത്രി നടക്കുന്ന വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ ദാസൻ ദൈവശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി നമ്മെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ അവர்கள் മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലവും തിരുപ്പാദപീഠത്തിലായിരിക്കാൻ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ തിരുസനിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങേ പാടി സ്തുതിപ്പാനും ഒക്കെ തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വലിയ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചു. തന്നിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ഞങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ നല്ല പ്രവാചകനായി ആമേൻ ഈ ഭൂമിയിൽ അവതരിച്ചല്ലോ. ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവേ. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ കുറവുകളെ കണ്ടുണർന്ന് ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് കൊള്ളാകുന്നവരായി ഈ തലമുറയിൽ നിലകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ തൂക്കി നോക്കുമ്പോൾ കർത്താവേ, കുറവുള്ളവരായിട്ടല്ല, അങ്ങയ്ക്ക് യോഗ്യരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ആമേൻ ശക്തിയുള്ള പ്രവാചകനായി ആമേൻ ഇന്ന് പകലും ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളുടെ ആഴകളിലേക്ക് ഇറങ്ങിയല്ലോ കർത്താവേ. ദൈവവചനം ഏറ്റെടുത്ത് ഒരുക്കപ്പെട്ടവരായി കർത്താവിനോട് പിന്നെയും ഒന്ന് അടുത്തു വരുവാൻ, പിന്നെയും അങ്ങയോട് ചേർന്നിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാൻ, അങ്ങയോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളായി ഈ ഉപവാസത്തിന്റെ ദിനങ്ങൾ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം. അങ്ങയുടെ വലിയൊരു ദാസനെ ഇന്ന് പകൽ ശക്തീകരിച്ചല്ലോ. സ്വർഗീയ ആലോചന കൊടുത്ത് നിർത്തിയതിനായി സ്തോത്രം.
ഇന്ന് രാത്രിയും അനുഗ്രഹിക്കണമേ. പിന്നെയും അനേകർക്ക് പ്രയോജനമാക്കി, ആമേൻ, അനേകർക്ക് ആശ്വാസമാക്കി നിന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. കുടുംബമായി അനുഗ്രഹിക്കണം. ദൈവമേൽ പൊതിയണമേ.